ഒന്നോ രണ്ടോ മൂന്നോ നാലോ അല്ല, കഴിഞ്ഞ 34 വർഷമായി യാതൊരു മടിയും കൂടാതെ ഒരു സ്കൂട്ടറുമായി സമൂഹത്തിൽ രോഗം തളർത്തിയവരെയും വൃദ്ധരെയും ക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിക്കാനായി ഈ 88-കാരൻ യാത്ര ആരംഭിച്ചിട്ട്. പറഞ്ഞു വരുന്നത് സിംഗപ്പൂർ കേന്ദ്രീകരിച്ച ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുന്ന ആൻഡ്രൂ ഗോഹിനെ പറ്റിയാണ്. പ്രായം തളർത്താത്ത പോരാളി എന്ന വിശേഷണം അർഹിക്കുന്ന ഒരാൾ. വർഷങ്ങളോളം ഇൻഷുറൻസ് മേഖലയിൽ ജോലി ചെയ്ത ഇദ്ദേഹം 1991 ക്രിസ്തുവിനെ കണ്ടെത്തിയതോടെയായിരുന്നു ആ ജോലി ഉപേക്ഷിച്ച് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷ ആരംഭിക്കുന്നത്. ദൈവം കാരുണ്യവാനാണ്, അവൻ നല്ലവനാണ്, ആ കാരുണ്യത്തിന് ഞാൻ നൽകിയ പ്രത്യുത്തരമാണ് ഈ ശുശ്രൂഷയെന്ന് ആൻഡ്രൂ പറയുന്നു. മാമോദീസ സ്വീകരിച്ച ശേഷം കത്തോലിക്കരായ ചിലരുടെ പ്രായമായ മാതാപിതാക്കൾ വിശ്വാസത്തിൽ നിന്നും അകന്നുപോയ നിരവധി സംഭവങ്ങൾ അദ്ദേഹം അറിയുകയുണ്ടായി. കത്തോലിക്ക സഭയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന മാമോദീസ സ്വീകരിക്കാത്ത പുരുഷന്മാരെയും സ്ത്രീകളെയും ആത്മീയമായി ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന RCAI പ്രധാനമായും ഇംഗ്ലീഷിലും മന്ദാരിൻ ഭാഷ സംസാരിക്കുന്ന യുവാക്കളെയും കേന്ദ്രീകരിച്ചാണ് നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ പ്രാദേശിക ഭാഷ സംസാരിക്കുന്ന മുതിർന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ അവഗണിക്കപ്പെടുന്നു എന്നും ആൻഡ്രൂ പറയുന്നു. ഈ സാഹചര്യത്തിലായിരുന്നു പ്രായമായവരുടെ ആത്മീയ ആവശ്യങ്ങൾക്കായി ആൻഡ്രൂ തന്റെ ജീവിതം സമർപ്പിച്ചത്. ആശുപത്രിയിലെ പ്രായമായവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, വീട്ടിൽ കഴിയുന്നവരെ സന്ദർശിക്കുക എന്നിവയ്ക്കൊപ്പം ഇടവകകളിൽ മതബോധന ക്ലാസുകൾക്കും ആൻഡ്രൂ നേതൃത്വം നൽകി. ഗോഹ്, മന്ദാരിൻ, ഇംഗ്ലീഷ്, ഹോക്കിയൻ, ടിയോച്ചു, കാൻഡോണീസ്, ഹൈനാനീസ് എന്നീ ചൈനീസ് ഭാഷകളെല്ലാം ആൻഡ്രൂവിനറിയാം. പ്രായമായവർക്ക് കൂദാശകളെക്കുറിച്ചും മറ്റുള്ള മതപരമായ ആശയങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിന് വർണ്ണാഭമായ ചിത്രങ്ങളുള്ള കുട്ടികളുടെ പുസ്തകങ്ങളാണ് ആൻഡ്രൂ ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളായി 5 ഇടവകകളിൽ അദ്ദേഹം തന്റെ ശുശ്രൂഷ നിർവഹിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം മുൻപ് സ്നാനമേറ്റ ചിലർ ഉൾപ്പെടെ ഏകദേശം 30 പേർ ഈ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നുണ്ട്. രോഗം മൂലം വീടുകളിൽ കഴിയുന്നവരെ പഠിപ്പിക്കുന്നതിനായി അദ്ദേഹം ആഴ്ചയിൽ 8 വീടുകൾ സന്ദർശിക്കുന്നുണ്ട്. ആൻഡ്രൂവിന്റെ 34 വർഷത്തെ ശുശ്രൂഷ വഴി 2000-ലധികം ആളുകൾ മാമോദീസ സ്വീകരിച്ചിട്ടുണ്ട്. ഇന്ന് 88 വയസ്സുള്ള ഇദ്ദേഹം ഒരു 2 വീലറിന്റെ സഹായത്തോടെയാണ് ഒരു യുവാവിന്റെ തീക്ഷ്ണതയോടെ ഈ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്നത്. തനിക്ക് ശേഷം ഈ ശുശ്രൂഷകൾ തുടരാൻ ഒരു ചെറിയ സംഘത്തെയും ആൻഡ്രൂ വളർത്തിയെടുത്തിട്ടുണ്ട്.